എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കൃഷ്ണഗാഥയുടെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാഗപൂജയൊക്കെ നന്നായി ചെയ്ത് നമ്മുടെ കൃഷ്ണയും കൂട്ടുകാരും പോകാൻ വേണ്ടി റെഡിയാകുന്ന സമയത്താണ് ഗുണ്ടകൾ വന്ന് നമ്മുടെ ഗാഥയെ ഉപദ്രവിക്കുന്നത്. ആ സമയത്ത് കൃഷ്ണയും കൂട്ടുകാരും വന്നിട്ട് നമ്മുടെ ഗാഥയെ രക്ഷിക്കുകയാണ്, അവരെയൊക്കെ അടിച്ച്. അതേ സമയത്താണ് ഈ ഗാഥ ആ കുടം എന്തോ തുറന്നപ്പോൾ ഈ നാഗം ഇറങ്ങി പോകുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഈ നമ്മൾ ഗാഥേനെ രക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ നവീൻ ഇങ്ങനെ വരുന്നത് നമ്മുടെ കൃഷ്ണ കാണുന്നു, അയ്യോ വരുന്നു. അങ്ങനെ അവർ ഓടി മാറുകയാണ്. അങ്ങനെ ഗാഥ ഓടിപ്പിടിഞ്ഞ് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ സിദ്ധാര പറയുന്നു, ഒന്നെങ്കിൽ നമ്മൾക്കെതിരെയുള്ള ആരോ ആണ് ഇതിനെതിരെ കളിച്ചതെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഗുണ്ടകളെ ഏർപ്പാടാക്കിയ കീർത്തിയുടെ അമ്മയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞങ്ങളിങ്ങനെ അവളെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്ന് അവളെ രക്ഷിച്ചെന്ന് പറയുന്നു. അപ്പോൾ അത് ആരാന്ന് ചോദിക്കുന്നു. അത് ആരാണെന്നും അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇത് ചെയ്യാണ്. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് മംഗളകരമായി എല്ലാം കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണല്ലോ ഇവരെല്ലാം നിൽക്കുന്നത്. അങ്ങനെ നിശ്ചയത്തിന് നമ്മുടെ ഗാഥ ഒരുങ്ങിയാണ്, നല്ല അടിപൊളിയായി ഒരുങ്ങിയാണ്. നമ്മുടെ നവീനും നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങിയാണ്. ഇതേ സമയത്ത് നമ്മുടെ സിദ്ധാരയാണെങ്കിൽ ഇങ്ങനെ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു റൂം ഇങ്ങനെ പകുതി തുറന്നു കിടക്കുന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കുറേ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ അകത്തേക്ക് ചെന്ന് നോക്കുന്നു. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇത് കാണുന്നുണ്ട്. അങ്ങനെ സിദ്ധാര ഇങ്ങനെ ഫുള്ള് നോക്കിയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി വന്നിട്ട് പറയും, അത് പണ്ട് ഇങ്ങനെ മരിച്ചവരുടെ ഫോട്ടോ വെച്ചിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് ആണുങ്ങളുടെ ഫോട്ടോ ഇല്ലയെന്ന് ചോദിക്കും. അതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ അന്നേരം സിദ്ധാര പറയും, ഈ റൂമിൽ എന്തോ ഒരു തണുപ്പുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒഴിവുകൾ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി അവരെ അവിടുന്ന് മാറ്റുകയാണ്. അങ്ങനെ ഈ നാഗപൂജ നടത്തിയ നാഗത്തറയിലാണെങ്കിൽ പൂജാരിയൊക്കെ വന്ന് നോക്കുമ്പോഴത്തേന് ഈ കുടം തുറന്ന് കിടക്കുന്നു. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ഒരിക്കലും ആ നിശ്ചയം നടക്കാൻ പാടില്ല, കാരണം ഇത് നാഗം ഇറങ്ങിപ്പോയി, ഒരിക്കലും ആ പെൺകുട്ടിയെ തന്നെ തിരികെ വിളിക്കണം, അവൾ തന്നെ വീണ്ടും ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നു. അവളെ എങ്ങനെയും ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നു. അങ്ങനെ അവർ ഒരാൾ വിളിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഈ വളയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. ഈ വള എന്തായാലും ഞാൻ വിൽക്കും, എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുത്, അമ്മയുടെ അസുഖം നേരെയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയും. അങ്ങനെ അമ്മയുടെ അസുഖം നോക്കി ഇത് ഞാൻ വിൽക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ കട്ടറിൽ ചാടിയപ്പോഴത്തേന് ഈ വള തെറിച്ചു പോയി ഒരു എന്താ പറയുക, ഒരു മാളത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവർ വണ്ടി നിർത്തി ഇറങ്ങുന്ന സമയത്ത് കൃഷ്ണയോട് പറയും, അയ്യോ അതിലൊന്നും പോയി കൈയിടുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണ കൈയിടുന്നുണ്ട്, അതിൽ പാമ്പോ എന്താ ഇരിക്കുന്നതെന്നും അറിയത്തില്ല. അങ്ങനെ കൈയിടുന്ന് അങ്ങനെ അവിടെ ആണെങ്കിൽ കല്യാണ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇവർ കുറിയൊക്കെ കൈമാറ്റം ചെയ്യുന്നു, മോതിരം ഇടാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് പൂജാരി വന്ന് ഈ കാര്യം അവതരിപ്പിക്കുകയാണ്, ഈ കല്യാണം ഒരിക്കലും നടക്കരുത്, ഇങ്ങനെ വീണ്ടും നമ്മുടെ കൃഷ്ണയെ വിളിക്കണം, അത് പൂജ വീണ്ടും ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ കല്യാണ നിശ്ചയം മുടങ്ങുകയാണ്. അതാണ് എപ്പിസോഡ്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.